English class. Yes, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, റൈറ്റ്? ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കണം, അതേപോലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് നല്ല അടിപൊളിയായിട്ട് എഴുതണം അല്ലേ? ഇതൊക്കെ തെറ്റില്ലാതെ എഴുതണമെങ്കിൽ നമുക്ക് ഒത്തിരി എന്ത് വേണം? ഗ്രാമറിൽ ബേസ് വേണം, ഗ്രാമാറ്റിക്കൽ ബേസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ആ ഒരു ഗ്രാമാറ്റിക്കൽ ബേസ് ഉണ്ടാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ മോഡൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ മോഡൽസ് എന്നൊക്കെ പറയാം. ശരിക്കും ഇതിന് ആക്ച്വലി ഇംഗ്ലീഷിൽ പറയാന്നറിയോ? മൊഡാൽസ് എന്നാ പറയാം. ഓക്കെ, അപ്പൊ നിങ്ങളും എന്ത് ചെയ്യുക? പതിയെ മോഡൽ വേർബ് എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങളും എന്ത് പറഞ്ഞു പഠിക്കണം? മൊഡാൽസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ആദ്യം എനിക്ക് നിങ്ങളടുത്ത് പഠിപ്പിക്കാനുണ്ടായിരുന്നത്. അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് ഐ ഹാവ് സംതിങ് ടു ടീച്ച് യു. ഓക്കെ, ഇവിടെ നമുക്ക് എന്തൊക്കെ 3 പോയിന്റ്സ് മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ? 3 പോയിന്റ്സ് നമുക്കുണ്ട്. ഫസ്റ്റ് വൺ എന്താ ഇവിടെ? വാട്ട് ആർ മൊഡാൽ വേർബ്സ് അല്ലെ? എന്താണ് മൊഡാൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത് നോക്കുക, ദ റൂൾസ് അറൗണ്ട് യൂസേജ് ഓഫ് ദ 9 മോഡൽ വേർബ്സ്. ഓക്കെ, 9 മോഡൽ വേർബ്സ് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ യൂസേജസ് എന്നാണ് പഠിക്കുന്നത്. ദ 6 കാറ്റഗറി ഓഫ് മീനിങ്സ്, 6 എന്താണ് ഭാഗങ്ങളായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്ന രീതികൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞ 3 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ? എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ, അതേപോലെ 6 തരത്തിൽ നമുക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം, എന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കാം, ഇതാണ് എന്ത് ഫസ്റ്റ് ഇൻട്രോ പാർട്ട്. ഇനി നോക്ക്, ഇവിടെ നമ്മളോട് പറയുന്നത് ആദ്യത്തെ നമ്മുടെ ചോദ്യത്തിന് അല്ലെങ്കിൽ ആദ്യത്തെ നമ്മുടെ ബുള്ളറ്റിൻ പോയിന്റിന് ഉത്തരമാണ് എന്താണ് മോഡൽസ്. ഓക്കെ, അപ്പൊ ഇവിടെ ആക്ച്വലി നോക്കുക, മോഡൽ വേർബ്സ് ക്യാൻ ഹെൽപ്പ് കൺവേ പോസിബിലിറ്റി ഓർ എബിലിറ്റി. ഈ 2 ഇവിടെ പറഞ്ഞത് ആദ്യം വലിയ 2 പോയിന്റ് ആക്കിയിട്ട് പോസിബിലിറ്റി അല്ലെങ്കിൽ അവൈലബിലിറ്റി എന്ന് പറഞ്ഞു. ഒരു സംഗതത്തിന്റെ അവൈലബിലിറ്റി, അതായത് നമ്മുടെ കയ്യിൽ അത് ഉണ്ടോ ഇല്ലേ, അതേപോലെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സാധ്യത. ഓക്കെ, അതായത് ഒരു സംഭവം നടക്കും, ഇപ്പൊ ഞാൻ നാളെ വരൂ, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് നാളെ വരാനും ചാൻസ് ഉണ്ട്, വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. അവൾക്ക് മാത്സ് അറിയാനും ചാൻസ് ഉണ്ട്, അറിയാതിരിക്കാനും ചാൻസ് ഉണ്ട്. അവർ നല്ലോണം പഠിക്കാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കളിച്ചുഴപ്പാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു പോസിബിലിറ്റി, സാധ്യതകൾ. ഓക്കെ, അല്ലെങ്കിൽ അവൈലബിലിറ്റി, നമ്മുടെ കയ്യിൽ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറയാനാണ് നമ്മൾ പൊതുവെ എന്തുപയോഗിക്കാം? ഈ പറയുന്ന മോഡൽ വേർബ്സ് നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഇവിടെ നോക്ക്, അതേപോലെ നമുക്ക് ഇത്തിരി കൂടി നിങ്ങൾക്ക് ഒന്നുകൂടി എന്താ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാന് ഓരോന്നും നമുക്ക് എടുത്തെടുത്ത് പറയണമെങ്കിൽ ഫസ്റ്റ് വൺ നോക്ക്, മിസ് എഴുതി എന്താ? ടു ടേക്ക് പെർമിഷൻ, നമുക്കൊരു അനുവാദം എന്ത് ചെയ്യണം? കിട്ടണം. ടു ഗിവ് പെർമിഷൻ, നമ്മൾ ഒരാൾക്ക് അനുവാദം ചെയ്യണം, കൊടുക്കണം. നെക്സ്റ്റ് വൺ, ഫോർ മേക്കിംഗ് എ റിക്വസ്റ്റ്, നമുക്കൊരു റിക്വസ്റ്റ് ചെയ്യാൻ, നമുക്കത് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? മോഡൽ വേർബ് ആ സെന്റൻസിൽ ഉണ്ടായിരിക്കണം. ഗിവിംഗ് അഡ്വൈസ്, നമുക്കൊരാൾ ഉപദേശിക്കണമെങ്കിൽ മോഡൽ വേർബ് വേണം. ഗിവിംഗ് എൻ ഒപ്പീനിയൻ, നമുക്കൊരു ഒപ്പീനിയൻ പറയണമെങ്കിൽ ഓക്കെ, അതിനും എന്ത് വേണം? മോഡൽ വേർബ്സ് ഉണ്ടായിരിക്കണം. മേക്കിംഗ് എൻ ഓഫർ, ഒരു ഓഫർ അല്ലേ? നമ്മൾ പറയാണ് ഓക്കെ, ഐ ക്യാൻ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കാം. ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കാം. ഐ വിൽ ഗിവ് യു ഗിഫ്റ്റ്, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാം. I will offer you a job, ഞാൻ നിനക്കൊരു ജോബ് ഓഫർ ചെയ്യാം. അപ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് എന്താണ് ഒത്തിരി ഓഫറിങ്സ് ഇല്ലേ? നീ ഇന്നൊന്ന് സഹായിക്കുക, അങ്ങനെയാണ് ഞാൻ എന്താണ്? ഐ വിൽ ഗിവ് യു ഡെയറി മിൽക്ക്, ഞാൻ നിനക്കൊരു ഡെയറി മിൽക്ക് സിൽക്ക് വാങ്ങിത്തരും. അപ്പം നമ്മളിങ്ങനെ ഇത്തിരി ഓഫേഴ്സ് ഒക്കെ കൊടുക്കൂലേ? അതാണ് എന്ത് നമ്മളിവിടെ പറഞ്ഞ ഓഫറിങ്. അടുത്ത് നോക്കുക, പ്രോമിസിങ് സംതിങ്, ഐ വിൽ കീപ് ദിസ് ഇൻ മൈ മൈൻഡ്, നീ പേടിക്കേണ്ടത് ഞാൻ എവിടെ പറയില്ല, ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ സൂക്ഷിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ കൊടുക്കാൻ ഐ വിൽ ബി വിത്ത് യു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം നമ്മളങ്ങനെ പ്രോമിസിങ് കൊടുക്കൂലേ? അതിനൊക്കെ നമുക്ക് എന്ത് വേണം? മോഡൽ വേർബ്സ് നമുക്ക് ഉപയോഗിക്കണം. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? നിങ്ങൾ ഗ്രാമർ നല്ലോണം പഠിക്കണം കേട്ടോ. ഗ്രാമർ പഠിച്ചാലേ നമ്മൾ ഇംഗ്ലീഷ് എന്താവുള്ളൂ, അങ്ങ് സെറ്റ് ആവുള്ളൂ. ഇനി നോക്ക്, ഇതിന്റെ ആദ്യം ഇവിടെ പറയുന്ന നോക്ക്, റൂൾസ് ഓഫ് മോഡൽ വേർബ്സ്. ഓക്കെ, ഒരു ആദ്യത്തെ റൂൾ മിസ് പഠിപ്പിക്കാൻ പോവാണ്. മോഡൽ വേർബ്സ് ക്യാൻ നെവർ ബി യൂസ്ഡ് ബൈ ദംസെൽവ്സ്. ഒറ്റയ്ക്ക് എന്ത് ചെയ്യില്ല, ഇവരൊറ്റയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇവരെ വെറുതെ ഈ മോഡൽ വേർബ്സിനെ ക്യാൻ, കുഡ്, മേ, മൈറ്റ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ഇതിന് നമുക്ക് എന്ത് പറ്റൂല? ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ പറ്റൂല. അതിനെന്ത് വേണം? നമുക്ക് എന്തെങ്കിലും അർത്ഥം നമ്മൾ കൊടുക്കണം, സെന്റൻസ് കംപ്ലീറ്റ് ആക്കണം. എന്താ പറഞ്ഞു മനസ്സിലായോ? ഇവിടെ നോക്ക്, ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നോക്കേ. ഐ ക്യാൻ എ കാർ, എന്താ? ഐ ക്യാൻ, എനിക്ക് കഴിയും ഒരു കാർ. ഐ ക്യാൻ, എനിക്ക് പറ്റും എ കാർ, ഒരു കാർ. എനിക്ക് കാർ എന്താകാൻ പറ്റും? കാർ വാഷ് ചെയ്യാൻ പറ്റുമോ? കാർ ഓടിക്കാൻ പറ്റുമോ? കാർ ബിൽഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആ സെന്റൻസ് എന്തല്ല, ഇറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റഡ് ചെയ്യാം. ഇവിടെ ഇത് കംപ്ലീറ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ നോക്ക്, ക്യാൻ എന്ന് പറയുന്ന മോഡൽ വേർബ് നമ്മളിവിടെ ഉപയോഗിച്ചു. ഈ ക്യാൻ
വാട്ട് ഈ ക്യാൻ എന്ത് കഴിയും എന്നുള്ളത് നമ്മൾ പറയണം. ഐ ക്യാൻ ഡ്രൈവ് എ കാർ, ഐ ക്യാൻ വാഷ് മൈ കാർ, എൻ്റെ കാർ എനിക്ക് കഴുകാൻ പറ്റും. ഐ ക്യാൻ ഡിസൈൻ എ കാർ, എനിക്ക് കാർ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ബിൽഡ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടാക്കാൻ തന്നെ പറ്റും. അപ്പോൾ എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്ത് പറയണം. ദെംസെൽസ് എന്ന് ഇവിടെ പറഞ്ഞ എന്താ, ഈ മോഡൽ വെർബിനെ മാത്രം എന്ത് ചെയ്യില്ല നമുക്ക് വെക്കാൻ പറ്റില്ല. ഐ വിൽ വാട്ട് എന്ത്, ഐ വിൽ കം ഞാൻ നാളെ വരും. ഐ വിൽ റൈറ്റ് ഞാൻ എഴുതും. ഐ വിൽ കംപ്ലീറ്റ് അല്ല സെന്റൻസ്. വിൽ വാട്ട് എന്ത്, ഐ വിൽ റൈറ്റ്, ഐ വിൽ സ്റ്റഡി, ഐ വിൽ ലവ് യു ഓൾവേസ്, ഐ വിൽ ബി വിത്ത് യു. അപ്പോഴാണ് സെന്റൻസ് എന്താ കംപ്ലീറ്റ് ആവാം മീനിങ്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ ഈസ് ഐ ക്യാൻ ഡ്രൈവ് എ കാർ, എനിക്കൊരു കാർ ഓടിക്കാൻ പറ്റും. ഐ ക്യാൻ പാർക്ക് എ കാർ, എനിക്കൊരു കാർ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം മനസ്സിലായോ, മോഡൽ വേർബ്സിന് നമുക്ക് ക്യാനും മേ മൈറ്റ് ഇതിനൊന്നും ഒറ്റക്ക് വിടാൻ പറ്റൂല. എപ്പോഴും എന്ത് വേണം, അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ് ചെയ്യാൻ ആ സെന്റൻസിൽ എന്ത് വേണം, അതിൻ്റെ ഒബ്ജക്റ്റ് വേണം. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ഐ ക്യാൻ ഡ്രൈവ് എ കാർ, ഐ ക്യാൻ സ്വിം, ഐ ക്യാൻ റൈറ്റ് പോംസ്, എനിക്ക് കവിതകൾ എഴുതാൻ പറ്റും. മനസ്സിലായോ മക്കളെ? ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നൗ നെക്സ്റ്റ് സെക്കൻഡ് നോക്കുക. A modal verb is followed by the base form of the verb, an infinitive verb without to. നമ്മൾ ഇവിടെ പറയുന്നത് ഐ ക്യാൻ റൺ. നമ്മൾ ഈ പറയുന്ന മോഡൽ വേർബ്സിന് ശേഷം നമ്മൾ വൺ ഫോം ഓഫ് ദ വേർബാണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അതല്ലേ ബേസ് ഫോം. ഇപ്പം നോക്ക്, ഐ ക്യാൻ റൺ, എനിക്ക് ഓടാൻ പറ്റും. ഐ ക്യാൻ റാൻ എന്ന് പറയാൻ പറ്റൂല, ഐ ക്യാൻ റൺ. ഷീ ഷുഡ് സ്റ്റഡി, ഷുഡിന് ശേഷം നമ്മൾ പറയുന്നത് എന്താണ്, സ്റ്റഡി. നമുക്ക് സ്റ്റഡീഡ് എന്ന് പറയാൻ പറ്റൂല, ഷീ ഷുഡ് സ്റ്റഡി. അടുത്ത നോക്കുക, ഷീ ഷുഡ് ടു സ്റ്റഡി, ദാറ്റ് ഇസ് റോങ്. റോങ് ആണത്. ദിസ് ഇസ് the right one. She should study. I can swim. They can come. അവർക്ക് വരാം. You may come tomorrow. നീ നാളെ വായോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ, ഇതിന് ശേഷം നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, വി ടു വി ത്രീ നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പോൾ ക്യാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ മോഡൽ വെർബ്സിൻ്റെ കൂടെ എന്ത് വരണം, ബേസ് ഫോം വരണം. ഇനി അടുത്ത് നോക്ക്, നമ്മൾ പറഞ്ഞു 6 ടൈപ്സ് ഓഫ് സിറ്റുവേഷൻ, 6 തരത്തിലുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാം. നോക്കൂ, എബിലിറ്റി, പോസിബിലിറ്റി, അഡ്വൈസ്, പെർമിഷൻ, ഒബ്ലിഗേഷൻ, ഹൈപ്പോത്തറ്റിക്കൽ, കണ്ടീഷണൽ. എന്തായി 6 ഈ 6 അവസരങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന മോഡൽ വേർബ്സ് ഉപയോഗിക്കാം. ഫസ്റ്റ് വൺ നോക്ക്, എബിലിറ്റി ആണ് അല്ലേ. എന്താണ്, ഒരു കഴിവ്, നമ്മുടെ കഴിവിനെ നമ്മൾ കാണിക്കുന്നത്. ഇവിടെ 4 തരത്തിൽ പറയുന്നുണ്ട്, 4 ക്യാൻ, കുഡ്, കനോട്ട്, കുഡ് നോട്ട്. ക്യാൻ കഴിയും, കുഡ് കഴിഞ്ഞു, കനോട്ട് കഴിയില്ല, കുഡ് നോട്ട് കഴിഞ്ഞിരുന്നില്ല. ഈ 4 എബിലിറ്റി എന്ത് ചെയ്യാം, നമുക്ക് പറയാം എബിലിറ്റി. ഓക്കെ, നോക്കി ഇവിടെ എബിലിറ്റിന്റെ പ്രസന്റ് ടെൻസ് ക്യാൻ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് പറ്റുന്ന കാര്യങ്ങളെ ക്യാൻ പ്രസന്റ് ടെൻസിലെ ഐ ക്യാൻ റൈറ്റ്, എനിക്ക് വായിക്കാൻ പറ്റും. പണ്ട് എനിക്ക് വായിക്കാൻ പറ്റുമായിരുന്നില്ല, ഐ കുഡ് നോട്ട്, അല്ലെങ്കിൽ ഐ കുഡ്. ഇപ്പം എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രസന്റ് ടെൻസിലേക്ക് ആകുമ്പോൾ എന്തായി, ക്യാൻ ആയി. കുഡ് ആകുമ്പോൾ എന്താ, എബിലിറ്റി ഇൻ ദ പാസ്റ്റ്, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്യാൻ പറ്റിയിരുന്നതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം, കുഡ് എന്ന് ഉപയോഗിക്കാം. അടുത്തത് കനോട്ടാണ്, ഇന്നത്തെ കാലത്ത്, ഇപ്പോൾ, അറ്റ് പ്രസന്റ്, കറന്റ്ലി. ഇഫ് വി കനോട്ട് ഡു സംതിങ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് കനോട്ട് പറയാം. കുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാക്ക് ഓഫ് എബിലിറ്റി ഇൻ ദ പാസ്റ്റ്. ഓക്കെ, കഴിഞ്ഞ കാലത്ത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പം നോക്ക്, പണ്ട് നിങ്ങൾക്ക് മാത്സ് ഭയങ്കര ടഫായിരുന്നു, ഇപ്പം നിങ്ങൾക്ക് ഈസിയാണ്. അപ്പം നിങ്ങൾ പറയാണ്, ഐ കുഡ് നോട്ട് ഡു മാത്സ് വെൻ ഐ വാസ് ഇൻ മൈ 5th സ്റ്റാൻഡേർഡ്. സോ അപ്പോൾ നിങ്ങൾ പറഞ്ഞെന്താ, എനിക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മാത്സ് എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് നൗ ഐ ക്യാൻ ഡു മാത്തമാറ്റിക്സ് വെൽ. പക്ഷെ ഇപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാത്സ് ശരിക്കും ചെയ്യാൻ പറ്റും. മനസ്സിലായോ? That's the thing. I can swim now, but I could not swim when I was younger. ഇപ്പം എനിക്ക് സ്വിം ചെയ്യാൻ പറ്റും, പക്ഷേ ഞാൻ ചെറുതാവുന്ന സമയത്ത്, ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് എനിക്ക് സ്വിം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്ര മതി. ഓക്കെ, അതാണ് എന്ത്, എബിലിറ്റി. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ, നമ്മൾ കഴിവിനെ കാണിക്കുന്നത്. സെക്കൻഡ് വൺ നോക്ക് നിങ്ങൾ, സോറി ഇവിടെ നമ്മൾ കനോട്ടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ, ദ ലാക്ക് ഓഫ് എബിലിറ്റി, ചെയ്യാൻ പറ്റൂല, എനിക്ക് കഴിയില്ല. ഐ കനോട്ട് സിങ്, എനിക്ക് പാടാൻ കഴിയില്ല. ഹി കാൺറ്റ് കുക്ക്, അയാൾക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. ദേ കാൺ അണ്ടർസ്റ്റാൻഡ് ദ ടീച്ചർ, അവർക്ക് ആ ടീച്ചർ പറയുന്ന ഒന്നും എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. സോ കനോട്ട് ലാക്ക് ഓഫ് എബിലിറ്റി ആണ്. ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറവ്.
Now possibility. Next one, it is possibility. പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ സാധ്യത. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നിങ്ങൾ പെർസെൻറ്റേജ് കാണുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ നോക്കിയത് അതെന്താന്ന് നോക്ക്. നെക്സ്റ്റ് കാണുന്നത് പോസിബിലിറ്റി, അതിനുശേഷം കാണുന്നത് ഇംപോസിബിലിറ്റി. ഇവിടെ നോക്ക് നിങ്ങൾ, നമ്മൾ അതായത് ഓരോ മോഡൽ വേർബിന് എന്തുണ്ട്, ഇത്ര ശതമാനം ഉറപ്പ് എന്നുള്ള രീതിയിലുണ്ട്. ഇപ്പൊ നമ്മൾ ഈ സംഗതിക്ക് മസ്റ്റ് പറയുകയാണെങ്കിൽ യു മസ്റ്റ് കം ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ നീ എന്താണ്, തീർച്ചയായിട്ടും വരും അല്ലെങ്കിൽ വരണം. 90% നീ വന്നിരിക്കണം എന്നാണ്. അത്രയ്ക്കും നമ്മൾ സ്ട്രെസ് ചെയ്തിട്ട് പറയുമ്പോഴാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കാം. എന്തായാലും തീർച്ചയായും ഓക്കെ, നമ്മൾ ഉറപ്പിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് പറയാ, നമ്മൾ മസ്റ്റ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് കൊടുത്തത്, 90 ഡിഗ്രി എന്നത് ഇത് മസ്റ്റിന് കൊടുക്കുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പം മസ്റ്റ് നമ്മൾ എവിടെ ഉപയോഗിക്കാം മക്കളെ? വളരെ നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും നമ്മൾ പറയുന്നതിനാണ് മസ്റ്റ് നമ്മൾ പറയാം. ഷാൾ പറയാം ഒരു 80% ചാൻസ്. ഓക്കെ, 80% ആണ് പോസിബിലിറ്റി ഉള്ളത്. യു ഷാൾ കം ടുമോറോ, ഐ ഷാൾ കം ടുമോറോ. ഞാൻ വന്നിരിക്കും, ഒരു 80% ഞാൻ വന്നിരിക്കും, 20% ഞാൻ ചിലപ്പോൾ വരൂല. നെക്സ്റ്റ് നോക്ക്, ഷുഡ് വില്ല്, ഇതും അതേപോലെ തന്നെ ഒരു 70% ഒക്കെ എന്തുള്ളൂ ഇതുള്ളൂ. അപ്പം നിങ്ങളിവിടെ ഡിഗ്രി കണക്കൊന്നും പഠിക്കേണ്ട മിസ്, ഇത് നിങ്ങളെ ബേസ് പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ വളരെ നല്ലൊരു ഇമേജ് കിട്ടിയപ്പോൾ അത് വെച്ചു എന്നുള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായാൽ നിങ്ങൾക്ക് അതെന്താവും, യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കുക, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. അതേപോലെ ഇംപോസിബിലിറ്റി, സാധ്യതയില്ല, അതിൻ്റെ നെഗറ്റീവ് മേ നോട്ട്, മൈറ്റ് നോട്ട്, വുഡ് നോട്ട്, ഷാൾ നോട്ട്, ഷുഡ് നോട്ട്, മസ്റ്റ് നോട്ട്, കനോട്ട് ആൻഡ് കുഡ് നോട്ട്. ഇതാണെന്ത്, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ ഉപയോഗിക്കാം. നെക്സ്റ്റ് നോക്കുക, തേർഡ് വൺ ഏതാണ്? ഇറ്റ് ഈസ് അഡ്വൈസ്. അഡ്വൈസ് ആണ്, ഉപദേശിക്കുക. നോക്ക്, യു കുഡ് കൺസിഡർ ടേക്കിംഗ് എ വെക്കേഷൻ, യു ഹാവ് ബീൻ പ്രിറ്റി സ്ട്രെസ്ഡ് ഓഫ് ലേറ്റ്. നിനക്ക് എന്ത് ചെയ്യാം, ഒരു വെക്കേഷൻ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കട്ടോ, ഒരു ബ്രേക്ക് എടുക്കുക. എപ്പോഴും എന്താണ്, ഇങ്ങനെ എപ്പോഴും ബിസി സ്കെഡ്യൂൾ അല്ലേ? യു കുഡ് തിങ്ക്, യു കുഡ് കൺസിഡർ ടേക്കിംഗ് എ വെക്കേഷൻ. ഒരു വെക്കേഷൻ എടുക്കുന്നതിനെ കുറിച്ച് നിനക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, ക്യാൻ, ഇൻഫോർമൽ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്താണ് നമ്മൾ ഇൻഫോർമൽ ടോക്ക് പറയും. നോക്ക്, യു ക്യാൻ പിക്ക് അപ്പ് ജെയിൻ ഫ്രം ദ എയർപോർട്ട് ഓൺ യുവർ വേ ബാക്ക്. നീ തിരിച്ചു വരുമ്പോൾ ഒന്ന് എന്ത് ചെയ്യണം, നീ ജെയിനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യണം. യു ക്യാൻ ടേക്ക് ഹർ, നിനക്ക് എടുക്കാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് പറയാം, യു ക്യാൻ ടേക്ക് ഹർ, നിനക്കൊന്ന് എടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അഡ്വൈസ് നീ ഒന്ന് എടുക്കണം കേട്ടോ, ജസ്റ്റ് ഒരു ഉപദേശം പോലെ. നെക്സ്റ്റ് വൺ മേ ആണ്. മേ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഇൻ ആൻ ഇൻഫോർമൽ. നമ്മൾ ഫ്രണ്ട്സൊക്കെ തമ്മിൽ സംസാരിക്കാൻ നമുക്ക് മേ ഉപയോഗിക്കാം. യു മേ വാണ്ട് ടു ജോയിൻ എ യോഗ ക്ലാസ് ടു റിഡ്യൂസ് സ്ട്രെസ്. നിനക്കൊരു യോഗ ക്ലാസ് ചെയ്യുന്നത് നന്നായിരിക്കും, നിന്റെ സ്ട്രെസ്സൊക്കെ ഒന്ന് ഇച്ചിരി കുറയട്ടെ. സജഷൻ പറയാം, അഡ്വൈസ് പറയാം, ഉപദേശിക്കുകയാണെ നിങ്ങൾക്ക് ലേശം ദേഷ്യം ചൂടൊക്കെ ഉണ്ട്, ചാടിക്കളിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കുറയണമെങ്കിൽ ഒരു യോഗ ക്ലാസ്സിൽ പോയി നീ അഡ്മിഷൻ എടുക്കും. പറഞ്ഞൂടെ? നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ, നാലാമത്തത്, ആസ്കിങ് ഫോർ അഡ്വൈസ്. ഇതുവരെ നമ്മൾ അങ്ങോട്ട് കൊടുത്തതല്ലേ, ആസ്കിങ് ഫോർ അഡ്വൈസ് ആകുമ്പോൾ എന്തായി, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അതേപോലെ ഓഫറിങ്ങും, ഒരു കാര്യം നമ്മൾ ഓഫർ ചെയ്യാണ്. ഇതിന് നമ്മൾ ഏതൊക്കെ ഉപയോഗിക്കും? ഒരു കാര്യം ഉപദേശം അങ്ങോട്ട് ചോദിക്കാനും, അതേപോലെ സഹായം അങ്ങോട്ട് ചോദിക്കാനും, ഇങ്ങോട്ട് സഹായിക്കാനും എന്താണ് എല്ലാം ഉപയോഗിക്കുന്ന മോഡൽസ് ഏതാണ്? ക്യാൻ, കുഡ് ആൻഡ് മേ. നോക്ക്, ക്യാൻ, കുഡ് ആൻഡ് മേ, ഈ മൂന്നെണ്ണം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. മേ അസിസ്റ്റ് യു വിത്ത് ക്യാരിങ് ദിസ് ബാഗ്സ്. ഞാൻ നിന്നെ ആ ബാഗ് എടുത്ത് സഹായിക്കട്ടെ. നീ എന്തായാലും മുഴുവൻ വലിച്ചെടുക്കണ്ട, 2 ബാഗ് ഞാനും എടുത്തു തരാം. മേ ഐ അസിസ്റ്റ് യു വിത്ത് ക്യാരിങ് യുവർ ബാഗ്സ്. ഹേയ് മൈ ഫ്രണ്ട്, ഹേയ് ലേഡി, ഹേയ് ഗേൾ. നമ്മൾ ചോദിക്കൂലേ, ഞാൻ സഹായിക്കണോ, ഞാൻ 2 ബാഗ് എടുത്ത് തരണോ? അപ്പം നിങ്ങൾ ചോദിക്കാം, മേ അസിസ്റ്റ് യു വിത്ത് ക്യാരിങ് ദോസ് ബാഗ്സ്, മേ അസിസ്റ്റ് യു വിത്ത് ക്യാരിങ് ദോസ് ബാഗ്സ്. ഓക്കെ, ഞാൻ നിന്നെ 2 ബാഗ് എടുത്ത് സഹായിക്കണോ ചോദിക്കാം. അപ്പോൾ അവിടെ നമുക്ക് ഫ്രണ്ട് ആയതുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ചൊരു ഇൻഫോർമൽ സിറ്റുവേഷൻ ആയതുകൊണ്ട് വി ക്യാൻ യൂസ് മേ ദേ. നെക്സ്റ്റ് നോക്ക്, നമ്മൾ ഓഫർ ചെയ്യാണ്, സഹായം അങ്ങോട്ട് പറയാണ്. നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? വിൽ ഉപയോഗിക്കാം, വുഡ് ഉപയോഗിക്കാം, ഷാൾ ഉപയോഗിക്കാം. നോക്കിവിടെ, ഐ വിൽ ബ്രിങ് ബിരിയാണി ടു ദ പാർട്ടി ടുമോറോ. അപ്പം നാളെ പാർട്ടിയില്ലേ, ബിരിയാണി എൻ്റെ വക. ഐ വിൽ ബ്രിങ് ബിരിയാണി, ഞാൻ ബിരിയാണി കൊണ്ടുവരാം. ഒരു ഓഫറിംഗ് അല്ലേ, ഒരു സഹായം അല്ലേ. അടുത്തത്, വുഡ് യു ലൈക്ക് മീ ടു ഡ്രോപ്പ് യു. നിനക്ക് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യണം എന്നാണോ? ഓക്കെ, ഒരു സഹായം അല്ലേ, ഞാൻ ചെയ്യാം. വുഡ് ഉപയോഗിച്ചു. നെക്സ്റ്റ് നോക്ക്, ഷാൾ. ഷാൾ ഐ മേക്ക് യു കപ്പ് ഓഫ് ടീ. ഞാൻ ഒരു കപ്പ് ഓഫ് ടീ ഉണ്ടാക്കി തരട്ടെ, ഒരു ഗ്ലാസ് ചായ ഞാൻ ഉണ്ടാക്കി തരട്ടെ. ഷാൾ ഐ മേക്ക് യു കപ്പ് ഓഫ് ടീ, ഞാനൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരട്ടെ. സെറ്റ്, ഉണ്ടാക്കി തരാം. നൗ വുഡ് ആൻഡ് ഷാൾ ആർ ഫോർമൽ. വുഡും ഷാളും നമ്മൾ കുറച്ചും കൂടെ എന്താണ്, വലിയ കുറച്ച് പൈസക്കാരാണ്, റിച്ചാണ്. ഓക്കെ, അതെന്താ, വുഡും ഷാളും നമ്മൾ കുറച്ച് നമ്മൾ ഓഫീസിൽ, നമ്മൾ ഹോസ്പിറ്റലിൽ, നമ്മൾ അങ്ങനെയുള്ള ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോയാൽ നമ്മൾ എന്ത് ചെയ്യാം, വുഡ് യു എന്താണ്
Would you please tell me when can I meet the doctor? താങ്കളൊന്ന് പറയാൻ പറ്റുമോ എനിക്ക് എപ്പോഴാണ് ഡോക്ടറെ കാണാൻ പറ്റാം? Would you call me? നിങ്ങൾ എന്നെ വിളിക്കുമോ? Would you give me a reply? നിങ്ങൾ എനിക്കൊരു മറുപടി തരുമോ? അപ്പോൾ കുറച്ച് ഇത്തിരി എന്താണ് നമ്മൾ ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാം? വുഡ് അല്ലെങ്കിൽ ഷാൾ ഉപയോഗിക്കാം. മനസ്സിലായോ? പക്ഷെ നമ്മുടെ വില്ല് എന്ത് ഉപയോഗിക്കും? വില്ല് പാവം, വില്ലെന്താണ് എല്ലാ സ്ഥലത്തും പരക്കാണ്. വില്ല് കൊറോണ പോലെ പരക്കും. ഓക്കെ, വില്ല് കൊറോണയെ വിചാരിച്ചാൽ മതി, എല്ലാവർക്കും ഉപയോഗിക്കാം. ഏത് റിച്ചിനും ഉപയോഗിക്കാം, ഏത് പാവപ്പെട്ടവനും ഉപയോഗിക്കാം. ദാറ്റ് ഇസ് വിൽ. നൗ ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഇസ് പെർമിഷൻ. പെർമിഷൻ അല്ലേ, എന്താ അവിടെ പറയുന്നത്? യു കുഡ് ബോറോ മൈ കാർ ഫോർ ദ വീക്കെൻഡ് ഇഫ് യു ലൈക്ക്. പെർമിഷൻ കൊടുത്തു, നിനക്ക് വേണമെങ്കിൽ എൻ്റെ കാർ എടുക്കാം, നിനക്ക് വേണമെങ്കിൽ എന്താണ് ഈ ആഴ്ച നിനക്ക് എൻ്റെ കാർ വേണോ, വീക്കെൻഡ് സാറ്റർഡേ സൺഡേ എൻ്റെ കാർ വേണോ, യു ക്യാൻ ടേക്ക് മൈ കാർ, നിനക്ക് എൻ്റെ കാർ എടുക്കാം, വേണമെങ്കിൽ എടുത്തോളൂ. യു കുഡ് ബോറോ മൈ കാർ, എൻ്റെ കാർ കടം വാങ്ങിക്കും. നെക്സ്റ്റ് വൺ ഇസ് ഒബ്ലിഗേഷൻ. നമ്മൾ എന്താണ് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയുന്ന കാര്യം, നമ്മുടെ ഡ്യൂട്ടി പോലെ. എന്താ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? മസ്റ്റ് ഉപയോഗിക്കാം. അതിന് മസ്റ്റ് നമ്മുടെ എന്താണ് മോഡൽ വേർബ് അല്ലേ? യു മസ്റ്റ് സബ്മിറ്റ് യുവർ അസൈൻമെന്റ് ബൈ ടുമാറോ. നാളെ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തോളണം. മസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഡ്യൂട്ടി, ഉത്തരവാദിത്വം. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഏത് മോഡൽ വേർബ് ഉപയോഗിക്കണം? വി യൂസ് മസ്റ്റ്. ഓക്കെ, വി മസ്റ്റ് യൂസ് മസ്റ്റ്. മനസ്സിലായോ? നോക്ക്, സ്റ്റുഡൻറ് ഷുഡ് സ്റ്റഡി ഫോർ ദർ എക്സാംസ്. കുട്ടികൾ അവരുടെ എക്സാമിന് പഠിച്ചിരിക്കണം. ഷുഡ് ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ ഹാവ് ടു. എന്ത് ഉപയോഗിക്കാം? സോറി, ഹാവ് ഉപയോഗിക്കാം നമുക്ക്. എംപ്ലോയീസ് ഹാവ് ടു ഫോളോ ദ കമ്പനീസ് കോഡ് ഓഫ് കണ്ടക്ട്. എംപ്ലോയീസ് ഒക്കെ എന്ത് വേണം? നിങ്ങൾ നിങ്ങളുടെ കമ്പനീൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഷുഡ് ഫോളോ. നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. ഹാവ് ടു ഉപയോഗിക്കാം. That's it. Okay. Now next one it is conditional statement. Conditional statement എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വെച്ച് പറയാം. നമ്മൾ പറയില്ലേ, നീ നല്ലോണം പഠിച്ചാൽ നീ പാസ്സാവും. നാളെ നീ ഇങ്ങോട്ട് വന്നാ നിന്നെ ഞാൻ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത് തരാം. നീ 10 മണിക്ക് എന്താണ് ഗേറ്റിൻ്റെ അവിടെ എത്തിയാൽ ഞാൻ നിന്നെ ഓട്ടോയിൽ കയറ്റാം. നമ്മൾ ഈ കണ്ടീഷൻ വെച്ചിട്ട് പറയില്ലേ, നീ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്തു തരാം, നീ ഇങ്ങനെ ചെയ്താൽ ഈ റിസൾട്ട് ഉണ്ടാവും. ദറ്റ് ഇസ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. അത്ര പഠിച്ചാൽ മതി നിങ്ങൾ. നീ നല്ലോണം പഠിച്ച് എക്സാം പാസ്സാവും. നീ നല്ലോണം നീന്തിയാൽ മത്സരിച്ചാൽ ജയിക്കും. നീ ഫാസ്റ്റ് ആയിട്ട് ഓടിയാൽ ഓട്ട മത്സരം ജയിക്കും. ദാറ്റ് ഇസ് കണ്ടീഷണൽ ക്ലോസ്. അത്രയേ ഉള്ളൂ അത്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കും? നിങ്ങൾ നോക്കൂടെ, നമ്മൾ വുഡ് കാണുന്നുണ്ട് അല്ലേ? ഇഫ് ഐ ഹാഡ് എ മാജിക് വാൻഡ്, എൻ്റെ കയ്യിൽ ഒരു മാജിക് വാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു മാന്ത്രിക വടി ഉണ്ടായിരുന്നെങ്കിൽ, ഐ വുഡ് ഗ്രാൻഡ് എവ്രി വൺസ് വിഷസ്. ഞാൻ എല്ലാവരുടെ ആഗ്രഹങ്ങൾ എന്താക്കുമായിരുന്നു? സാധിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഇഫ് ഐ വോൺ ദ ലോട്ടറി, ഞാൻ എങ്ങാനും ഒരു ലോട്ടറി ജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഐ വുഡ് ഡൊണേറ്റ് ഇറ്റ് ടു ചാരിറ്റി. ഞാൻ എന്ത് കംപ്ലീറ്റ് ഒരു ചാരിറ്റിയിലേക്ക് കൊടുക്കും. ഞാനത് മുഴുവൻ എന്ത് ചെയ്യും? ചാരിറ്റി കൊടുക്കും. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് സെൻറ്റൻസ് കറക്റ്റ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് മോഡൽ വേർബ് വേണം. ഓക്കെ, അപ്പോൾ കണ്ടീഷണൽ ക്ലോസ് നിങ്ങൾ കുറച്ചും കൂടി എന്താണ് വലിയ 8ാം ക്ലാസ് മുതൽ നിങ്ങൾ ശരിക്കും ഇത് ഗ്രാമറിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? പഠിക്കാൻ തന്നെയുണ്ട്. നമ്മൾ വിശദീകരിച്ച് പഠിക്കും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് നമ്മുടെ മൊഡൽ വേർബ്സ്. ഓക്കെ, സോ മൊഡൽ വേർബ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതേപോലെ ഇൻഫിനിറ്റിയാണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ചെയ്യും? ഇങ്ങനെ നിലനിൽക്കും. ഓക്കെ, അതിങ്ങനെ നമ്മളിങ്ങനെ ഗ്രാമർ പഠിക്കുമ്പോൾ നമ്മളെ കൂടെ എന്തുണ്ടാവും? നമ്മൾ എത്ര കാലം ഇംഗ്ലീഷ് പറയുന്നു അത്രേ കാലം നമ്മളെ കൂടെ എന്തുണ്ടാകും? ഈ പറയുന്ന മൊഡൽ വേർബ്സ് ഉണ്ടാവും. ഇതേപോലെയാണ്, ഇൻഫിനിറ്റിയാണ്, എന്തെന്നും ഉണ്ടാകും. സോ മിസ് വിചാരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്താണ് മോഡൽ വേർബ്സ്, നമ്മൾ മോഡൽ വേർബ്സ് ഏതൊക്കെ സിറ്റുവേഷനിൽ ഉപയോഗിക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലായെന്ന് മിസ് വിചാരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ക്ലാസ് നിർത്താണ്. അടുത്ത വീഡിയോയിൽ ഇതേപോലെ നമ്മുടെ ബേസിക് ഗ്രാമറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കായിട്ട് എന്ത് ചെയ്യും? മിസ് വന്നിരിക്കും. സോ see you till then. Take care. Bye.